20 കൊല്ലത്തിലേറെയായി ഒറീസയിൽ നവീൻ പട്നായിക് മുഖ്യമന്ത്രി സ്ഥാനം വെച്ച് അലങ്കരിക്കുന്നു. BJD എന്ന ബിജു ജനതാദൾ, അത് ശരിക്കും നവീൻ പട്നായിക്കിൻ്റെ പിതാവ് സ്ഥാപിച്ച പാർട്ടിയാണ്. അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ബിജു പട്നായിക് എന്ന അതികായനായ നേതാവിൻ്റെ മകൻ നവീൻ പട്നായിക് വിദേശത്ത് നിന്ന് വന്ന് ഒറിയ ഭാഷ പോലും കൃത്യമായി സമർത്ഥമായി സംസാരിക്കാൻ കഴിയാതെ, എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾക്കിടയിൽ മുടിചൂടാ മന്നനായി മാറുകയായിരുന്നു. ഇപ്പോഴത്തെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലെ മന്ത്രിയായിരുന്നു BJPയുടെ സഖ്യം ഉണ്ടായിരുന്ന കാലത്ത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. BJPയുമായി ആയിരുന്നു ആദ്യം BJD സഖ്യം ഉണ്ടാക്കിയതെങ്കിലും വളരെ വൈകാതെ തന്നെ BJPയെ ഉപേക്ഷിച്ച് BJD ഒറ്റയ്ക്ക് ഭരണത്തിലേക്ക് ഏറാൻ തുടങ്ങി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും ഒരേ സമയം തന്നെ നടക്കുന്ന ഘട്ടത്തിൽ പാർലമെൻറ്റിൽ 21-ൽ 8 സീറ്റുകൾ BJP നേടിയെടുത്തു. അവിടെ പ്രതാപ് ചന്ദ്ര സാരംഗി എന്ന നേതാവ്, BJPയുടെ തന്നെ ഒറീസയിലെ ഏറ്റവും ശക്തനായ നേതാവ്, ബാലസോറിൽ നിന്നും വിജയിച്ചു. 12,000 വോട്ടുകൾക്കായിരുന്നു ബാലസോർ എന്ന BJDയുടെ കോട്ട പൊളിച്ചടുക്കിക്കൊണ്ട് BJP നേടിയത്. എന്നാൽ ഇക്കുറി BJDയുടെ രാഷ്ട്രീയത്തെ തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് BJP അതിശക്തമായി വരികയാണ്. ആദ്യം BJPയുമായി സഖ്യം ചേരാമെന്നായിരുന്നു BJDയുടെ ആലോചനയെങ്കിലും അത് വേണ്ട എന്ന് നവീൻ പട്നായിക്കിനോട് അടുപ്പമുള്ളവർ പറഞ്ഞു. എന്നാൽ കോൺഗ്രസ് എത്രത്തോളം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. നിലവിൽ കോൺഗ്രസ്സിന് അവിടെ ചുരുക്കം ചില മേഖലകളിൽ മാത്രമാണ് ആധിപത്യം. എന്നാൽ കോൺഗ്രസ് അതിശക്തമായി തന്നെ ഒരു പ്രതിപക്ഷമെങ്കിലും ആകാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ്. 21 ലോക്സഭാ സീറ്റും 147 നിയമസഭാ സീറ്റുകളുമുള്ള ഒറീസയെ അങ്ങനെ അങ്ങ് കൈവിടാൻ കോൺഗ്രസ്സിന് ഉദ്ദേശം ഇല്ല. BJP എന്നാൽ ക്രിയാത്മകമായി തന്നെ അവിടെ ഭരണത്തിലേക്ക് കയറാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുകയും എന്നാൽ ലോക്സഭയിൽ 21-ൽ 15-ൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്ന ഘട്ടമാണിത്. അതിശക്തമായ പോരാട്ടം പലയിടത്തും BJPയും BJDയും തമ്മിൽ നടക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഏകദേശം 6ഓളം ലോക്സഭാ മണ്ഡലങ്ങളിൽ അതിശക്തമായ ത്രികോണ പോരാട്ടവും നടക്കുന്നുണ്ട്. കോൺഗ്രസ് കഴിഞ്ഞ തവണ ജയിച്ച ഒരു സീറ്റ് ഒഴികെയുള്ളിടത്തൊക്കെ കോൺഗ്രസ്സിന് ബാലികേറാമലയായിരിക്കും എന്ന് പറയുന്നവരോട് പോയി പണി നോക്കാനാണ് ദേശീയ നേതൃത്വം പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒറീസയുടെ മണ്ണിൽ ഇത്തവണ നവീൻ പട്നായിക്കിന് അധികാര തുടർച്ച കിട്ടില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുറുകുക തന്നെയാണ്.